നമസ്കാരം, മെയിൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. വികസനത്തിന് ഏറെ തുടക്കം കുറിക്കുന്ന, വേഗത കുറിക്കുന്ന ഒരു വഴി തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ആവശ്യം ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെ മുമ്പിൽ അർപ്പിക്കുന്നത്. ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു കണ്ണാടിപ്പാറ എന്നാണ്. അലൈൻമെൻറ്റ് സർവേ എല്ലാം കഴിഞ്ഞ് പോയതാണ്. റോഡ് പഞ്ചായത്തിൽ നിന്ന് ഏറ്റെടുത്ത് PW ഏറ്റെടുത്തു. ഇത് എത്ര ദൂരത്തേക്ക് ഈ റോഡ് പണിയാനുള്ളത്? ഇത് 7 കിലോമീറ്റർ അല്ലേ? വലിയ കയറ്റത്തൊക്കെ ഇല്ല. 7 കിലോമീറ്റർ പണിതാൽ അങ്ങോട്ടേക്ക് ഓക്കെ ആവും. ഈ വഴി കുമ്പങ്കാനത്തേക്ക് എത്തിച്ചേരും. ഈ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പണിത് 7 കിലോമീറ്റർ കഴിഞ്ഞാൽ കാഞ്ഞാർ പുള്ളിക്കാനം അല്ലേ, പുള്ളിക്കാനം റോഡിലെത്തും. ഇത് വളരെ വേഗത്തിൽ കോട്ടയത്ത് നിന്ന് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കാനുള്ള ഷോർട്ട് കട്ടാണിത്. ഒരു വൈകിട്ട് കുമ്പങ്കാനത്തെത്തും. അവിടുന്ന് കാഞ്ഞാർ പുള്ളിക്കാനം റോഡിലേക്ക് കണക്ട് ചെയ്ത് ഹൈ റേഞ്ചിലേക്ക് വളരെ വേഗം പോകാൻ പറ്റും. ഈ വഴി വാഗമൺ എത്താം. നേരെ ഹൈ റേഞ്ചിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ണാടിപ്പാറയാണ്. കണ്ണാടിപ്പാറയിൽ നിന്നും ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരം. ഇത് PWD ഏറ്റെടുത്ത ഒരു റോഡ് കൂടിയാണ്. സർവേ എല്ലാം 12 വർഷം മുമ്പ് സർവേ എടുത്ത് പോയതാണ്. പക്ഷേ വർഷങ്ങൾ ഇത്രയായിട്ടും അതിനൊരു തീരുമാനം വന്നിട്ടില്ല. ഈ റോഡ് പഞ്ചായത്ത് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കോൺക്രീറ്റ് ഭാഗമാണ്. ഇവിടം വരെ അത് കഴിഞ്ഞ് പഞ്ചായത്ത് പണിതിരിക്കുന്ന റോഡാണ്. കോൺക്രീറ്റ് ഉണ്ട്. 2012 പണിതാ ഈ ഭാഗം. അത് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കണ്ണാടിപ്പാറ ഭാഗമായോ? കണ്ണാടിപ്പാറ എനിക്ക് കയറുന്ന കയറ്റം. ഇതും കോൺക്രീറ്റിന്റെ ഈ റോഡാണ് ഏറ്റെടുത്തിരിക്കുന്നത്. PWD ഏറ്റെടുത്തിട്ടുണ്ടല്ലേ ഈ റോഡ്? ഈ റോഡ് വർഷം 12 നമുക്ക് ജീവാരം കാണാനുള്ള ബാക്കി അതൊന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ റോഡാണ് പഞ്ചായത്തിന്റെ. അപ്പോൾ ഇത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് ധാരാളം ടൂറിസ്റ്റ് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. താഴ്വാരങ്ങളുടെ ഭംഗി മനോഹരമായിട്ട് കാണാം. ഇവിടെ ഇടവേളയ്ക്ക് ആൾക്കാർ വരാറുണ്ട്. ഇവിടുന്ന് കുറച്ച് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പാറപ്പുറത്തിരുന്ന് പ്രകൃതിയുടെ ഭംഗി മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വിസിറ്റ് കഴിഞ്ഞാൽ ഏറെ ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗമെന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നെല്ലാപ്പാറ പുള്ളിക്കാനം റോഡ് തുടങ്ങുന്നത്. നെല്ലാപ്പാറ സ്റ്റാർട്ടിങ് അല്ലേ? ഈ വലത്തോടുന്ന റോഡ് അത് ഇല്ലിക്കല്ല് തിരിയുന്നത്. ഇല്ലിക്കൽ റോഡ് ഇതുണ്ടോ 1 കിലോമീറ്റർ ഉള്ള കണ്ണാടിപ്പാറയ്ക്ക് 1 കിലോമീറ്റർ. 350 മീറ്റർ PWD ടാറിങ്. റോഡ് ഏറ്റെടുത്ത് ഇറക്കമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് കണ്ണാടിപ്പാറയിൽ നിന്ന് വെറും 7 കിലോമീറ്റർ അത് ടാർ ചെയ്ത് ഭംഗിയാക്കിയാൽ കോട്ടയം ജില്ലയിലുള്ളവർക്ക് ഇടുക്കിയിലേക്കും, ഇടുക്കിയിലുള്ളവർക്ക് കോട്ടയം ജില്ലയിലേക്കും വളരെ വേഗം കടന്നു പോകാൻ പറ്റും. ഓൾറെഡി വാഗമൺ ആ സൈഡിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്കുള്ള വഴി തുറക്കാൻ വേണ്ടി മണ്ണ് റോഡ് ക്രമീകരിച്ച് നാട്ടുകാരെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിസിറ്റ് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കണ്ണാടിപ്പാറയെ കാണുന്നത്. ഇവിടുന്ന് കണ്ണാടിപ്പാറ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അവിടുന്ന് താഴ്വാരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കട്ടിക്കയം വെള്ളച്ചാട്ടം, അത് ടൂറിസ്റ്റ് സീസണിൽ ഏറ്റവും നല്ലതാണ്. ഈ ഹിൽ ടോപ്പിൽ നിന്ന് താഴ്വാരത്തിലെ ആ ദൃശ്യങ്ങൾ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായും മലയോര ടൂറിസ്റ്റിലേക്ക് വേണ്ടി ഒരു ഗേറ്റ് വേ ആയിട്ട് ഈ കുമ്പങ്കാനം റോഡിൻ്റെ പണി അത് പൂർത്തീകരിച്ചാൽ, കണ്ണാടിപ്പാറ കുമ്പങ്കാനം റോഡ് പണി പൂർത്തീകരിച്ച് നല്ലതായിരിക്കും. ഇതാണ് ഇന്നിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ ഭാഗം അത്ര ആക്റ്റീവ് അല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നിന്നും വളരെ താഴ്വാരത്തിലേക്ക് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളിലേക്ക് കണ്ണാടിപ്പാറയിൽ നിന്ന് കാണാം. ഏറെ ടൂറിസം സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലേക്കാണെങ്കിൽ ഈ ഭാഗം അവരേറെ ടൂറിസ്റ്റിന് വേണ്ടി വിനിയോഗിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഏറെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ റിസ്ക്കുള്ള സ്ഥലം കൂടിയാണ്. സൂക്ഷിച്ച് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം. എങ്കിലും ഈ ഒരു ടൂറിസം സാധ്യത ഈ വഴിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലേക്ക് വളരെ വേഗം എത്താം. നമുക്ക് മെഡിക്കൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഹൈ റേഞ്ചിൽ നിന്ന് വരുന്നവർക്ക് കോട്ടയം മെഡിക്കൽ എത്താൻ പറ്റും. അതിലിവിടെയുള്ളവർക്ക് വാഗമൺ, ഇടുക്കി ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടാണ്. ഏകദേശം ഒരു 19 കിലോമീറ്റർ നമുക്കിവിടെ സേവ് ചെയ്യാം. അങ്ങനൊരു സംവിധാനമാണ് ഈ ഒരു യാത്ര. ഇവിടെ ആളുകൾ ഏകദേശം ഒരു 12 വർഷത്തെ കാത്തിരിപ്പാണ് വരും എന്ന് പറഞ്ഞു. നിരവധി റോഡുകളൊക്കെ പൂർത്തീകരിച്ചു. പക്ഷേ ഈ ഒരു റോഡ് മാത്രം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകാത്ത മൂലം ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. ഇത് കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യുക, ചർച്ച ചെയ്യുക. കൂടാതെ ജനപ്രതിനിധികളും കാണുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ സമയമാണ്, തുറന്ന് ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയോര ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ല
സാധ്യതയാണ് കട്ടിക്കയത്തിന് ഷോർട്ട് മുകളിൽ കട്ടായിട്ട് കാണുന്നത്. ജില്ലകൾ കണക്ട് ചെയ്യുന്നത് 7 കിലോമീറ്റർ. ആ 7 കിലോമീറ്ററിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ആളുകൾ ചോദിക്കുന്നത്. ആ 7 കിലോമീറ്റർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കോട്ടയം, ആ ജില്ലയിലെ മേലുകാവ്, കോലാനി, മേച്ചാൽ സൈഡുകളൊന്നും ഇവിടെ എത്താൻ പറ്റും. കട്ടിക്കയത്തിൻ്റെ ഭാഗമാണ്. ഈ വലകെട്ട് മല കയറി കഴിഞ്ഞിട്ട് അങ്ങനെ അത് കണ്ണിക്കൽ ചെല്ലാം. കണ്ണിക്കൽ ഇതിന് മൂടി ചെല്ലും. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ പണിത് കഴിഞ്ഞാൽ വളരെ വേഗം വാഗമണിലേക്ക് കുംഭകാനം എത്തിച്ചേർന്ന് അവിടുന്ന് വാഗമണിലേക്ക് എത്തിച്ചേരാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. മാത്രമല്ല മുട്ടത്തുനിന്ന് വരുന്നതായ ഇലപ്പള്ളി പുള്ളിക്കാനം റോഡ് അവിടെ സംഗമിക്കുന്ന ഭാഗമാണ്. ഹൈ റേഞ്ചിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് വളരെ വേഗം എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അതുപോലെ തന്നെ ടൂറിസം സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്ന ഒരു വഴി കൂടിയാണിത്. കാരണം ഇല്ലിക്കല, എലുവിഴാപ്പൂഞ്ചിറ അങ്ങനെ സമഗ്ര വികസനം സഹായിക്കുന്ന ഈ ഒരു റോഡിന്റെ നിർമ്മാണം വളരെ വേഗം പൂർത്തീകരിച്ച് മലയോര വികസനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നാട്ടിലെ ആളുകൾ ആവശ്യപ്പെടുന്നത്. നന്ദി. മേലാ ന്യൂസിന് വേണ്ടി മനോജ് മീത്ത.